So infertility is a branch which you are well aware of. You've been getting infertility couples, a lot of them, അല്ലേ? അപ്പം ഫസ്റ്റ് ടൈം ഒരു കപ്പിൾ വരുവാണ്, ദേ ബിൻ മാരീഡ് റീസെൻ്റ്ലി ആണെന്ന് വെച്ചോ, ഹൗ ഡു യു അപ്രോച്ച് ദം? വെൻ ടു സീക്ക് ഫോർ മെഡിക്കൽ ഹെൽപ്പ് എന്നുള്ളത് ഇൻഫെർട്ടിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ലെസ് ദാൻ 35 ഇയേഴ്സ് ആണെങ്കിൽ നമ്മൾക്ക് ഈ പെട്ടെന്നൊരു എമർജൻസി മെഡിക്കൽ സീക്കിൻ്റെ ആവശ്യമില്ല. അവർ ഒരു 1 or 2 ഇയേഴ്സ് കപ്പിൾ ഒരുമിച്ചുണ്ടായിരിക്കണം, സെക്ഷൽ ഇൻ്റർകോഴ്സ് അവരുടെ റെഗുലർ ആയിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടായിരിക്കണം. എന്നിട്ടും അവർക്ക് കൺസീവ് ആവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണണം. അപ്പോൾ ഇപ്പോൾ ഒരു അബ്രോഡൊക്കെയാണ് ഹസ്ബൻഡ് വർക്കിംഗ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള കേസുകൾ വരാറുണ്ട്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി കുട്ടികളില്ല എന്ന് പറഞ്ഞു വരും. അപ്പം ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പം എപ്പോഴും പോയി, പക്ഷേ അവർ കൗണ്ട് ചെയ്യുന്നത് 4 വർഷത്തെയാണ്. അത് ഈ കപ്പിളിൻ്റെ പ്രശ്നമല്ല. ചോദിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി, അപ്പോൾ ആ ഒരു പ്രഷർ കൊണ്ടിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കപ്പിൾസിൽ ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോൾ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റൂ? ഇൻഫെർട്ടിലിറ്റി എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് മാറ്റേണ്ട ആവശ്യം പോലും അവരില്ല. അങ്ങനെയാണല്ലോ, 1 വർഷമോ 2 വർഷമോ ഒരു റെഗുലറായിട്ട് നോക്കിയിട്ട് ആയില്ലെങ്കിൽ, അതായത് ലെസ് ദാൻ 35 ഇയേഴ്സ് ആണെങ്കിൽ, 35 കൂടുതലായി ആൻഡ് ഹസ്ബൻഡ് ഇപ്പോഴും വന്നിട്ടില്ലെങ്കിൽ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലോട്ട് അവരെ കൊണ്ടുവരുത്താൻ പറ്റുമോ? ലൈക്ക് ഹസ്ബൻഡ് ഇനി തിരിച്ച് വരണം, വന്ന് ഇവിടെ കുറച്ച് മാസം നിന്നതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, അങ്ങനെ പറയേണ്ട അവസരങ്ങളുണ്ടോ? ഇപ്പം ഈ 30 കഴിഞ്ഞിട്ടാണ് കുട്ടികളെല്ലാം കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നത് തന്നെ. പിന്നെ ഈ 35 ഇയേഴ്സ് കഴിയുമ്പം നമുക്ക് ഈ ഓവം ക്വാളിറ്റി കുറയുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അവരുടെ ചോയ്സാണ് എപ്പം പ്രഗ്നൻ്റ് ആണോ, എപ്പം ഡെലിവറി നടക്കണം എന്നൊക്കെയുള്ളത്. എങ്കിലും നമ്മളുടെ ഒരു കൺസേൺ വെച്ച് നമ്മളുടെ പാട്ട് നമ്മൾ പറയണമല്ലോ, വെച്ച് നോക്കുമ്പോൾ ഒരു 35 മുന്നേ തന്നെ ഫസ്റ്റ് പ്രഗ്നൻസി ഉണ്ടാവുന്നതാണ് നല്ലത്. പിന്നെ 35 ശേഷമാണെങ്കിൽ ഒരു 6 മാസം റെഗുലർ ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ടും. ഞാൻ കേട്ടിട്ടുള്ളത് ഇന്ത്യൻ ആണോ അതോ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ ആണോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ നമ്മുടെ ഈ പോപ്പുലേഷനിൽ ഒവേറിയൻ ക്വാളിറ്റി ആൻഡ് ഒവേറിയൻ നമ്പർ കുറച്ചുകൂടെ കൊക്കേഷ്യൻ പോപ്പുലേഷനെക്കാളും പെട്ടെന്ന് ഡിക്ലൈൻ ആവുന്നു. അതായത് ഇപ്പം യു എസിലെ ഒരു നേറ്റീവിന് 40 ഇയേഴ്സ് കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികൾ വിത്തൗട്ട് എനി ജനറ്റിക് അബ്നോർമാലിറ്റി ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാവും അവർക്ക്. പക്ഷെ നമുക്ക് 40 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഡൗൺ സിൻഡ്രോം വരാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ഒരു IVF പോകണമെങ്കിൽ തന്നെ പാടാണ്, എന്ന് വെച്ചാൽ ഓമില്ല, AMH ഒക്കെ 0 ആയി മാറും. 35 കഴിഞ്ഞാൽ റാപ്പിഡ് ഡിക്ലൈൻ ആണ്. മാക്സിമം 35-നുള്ളിൽ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ബേബി അതെ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും മാരീഡ് ആവാൻ താല്പര്യമില്ല, കുട്ടികളാവും, ഇപ്പോൾ എല്ലാവരും സ്റ്റേബിൾ ആയിട്ട് കുട്ടികളാവണം എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓവം ഫ്രീസിങ് പോലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് അതിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു സജഷൻ. ഓവം ഫ്രീസിങ് കാരണം കുറേ കമ്പനീസ് ഉണ്ടല്ലോ അല്ലേ? അത് ശരിക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി കേസ് കൂടുന്നുണ്ട്. എക്സ്പെൻസീവ് ആണോ? എക്സ്പെൻസീവ് ആയിരിക്കും. അത് പെർ ഇയർ, അപ്പോൾ ആനുവൽ സബ്സ്ക്രിപ്ഷൻ പോലെ ആയിരിക്കും അല്ലേ? എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇൻ കേസ് അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുവാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ഇപ്പോഴേ കുട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓവം ഫ്രീസിങ് നല്ലൊരു ഓപ്ഷൻ ആണ്, ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ തന്നെ താമസം എടുക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞ് അവർ നോക്കി അപ്പോഴത്തേക്ക് തന്നെ ലേറ്റ് ആയിപ്പോൾ. അതിനെക്കാട്ടി നല്ലത് ഇതിനൊക്കെ നിൽക്കാതെ ഒരെണ്ണം സേഫ് സോൺ, അത് തന്നെ വേണമെന്നില്ല, നാച്ചുറലി കൺസീവ് ആവട്ടെ. ഇല്ലെങ്കിൽ നമ്മളൊരു സേഫ് സോൺ, ഒരു ഓവം ഫ്രീസിങ് പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം എന്ന് വെച്ചാൽ 35 കഴിഞ്ഞിട്ട് പിന്നെ ഒരു നമ്മുടെ ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ തന്നെ മോഡേൺ എല്ലാം നോക്കി കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇടുക്കിയിലേക്ക് ലാസ്റ്റ് ഓപ്ഷനാണ് എപ്പോഴും ആയുർവേദ.